ഡയറക്ടർ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോ കേരളത്തിലെ ഷൂട്ട് അപേക്ഷിച്ച് ഗൾഫില് ഷൂട്ട് വന്നപ്പോ എത്രത്തോളം സ്ട്രഗിൾ ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തത്? അങ്ങനെ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഷൂട്ടിംഗ് ടൈമിലൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ ആളുകൾ വരുന്നത് ഇപ്പോ UAE ഷൂട്ട് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇവിടെ സ്ഥിരമായി ഷൂട്ടിംഗ് കാണുന്നതും നമ്മളെല്ലാവരെയും സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ആളുകൾക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഭീകരമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷെ ഇതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ, പ്രത്യേകിച്ച് ഗൾഫിൽ ഷൂട്ട് ചെയ്യും, UAE ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാവുന്ന ഒരുപാട് പ്രവാസികൾ, ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ്. അപ്പൊ അവർക്ക് ഒരു നടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് പരിചയമുള്ള ഒരാൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ളൊരു സ്നേഹവും അടുപ്പവും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ കൂടുതൽ ആളുകൾ ഷൂട്ടിംഗ് കാണാൻ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിന്റെ നൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവരുടെ ജോലി കഴിഞ്ഞ് വന്ന് വെളുക്കോളം ആ ഷൂട്ടിംഗ് കാണാൻ നിന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൂടെ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ നിന്നത്. പല സമയത്തും ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെയായിരുന്നു എനിക്ക് ഇവിടത്തെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. പിന്നെ ആ ഫോട്ടോയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് ഷൂട്ട് ചെയ്തത് ഡിസംബർ സമയത്താണ് UAE ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും ദുബായിനെ പറ്റിയും UAE പറ്റിയും പറയുമ്പോൾ ചൂടാണ് നമുക്ക് ഓർമ്മ വരുന്നതെങ്കിൽ ഈ സമയത്ത് ഒരു നവംബർ പകുതി മുതൽ ഓൾമോസ്റ്റ് ഒരു ഫെബ്രുവരി വരെയുള്ള അതിഭീകര തണുപ്പുണ്ട് UAE. അപ്പൊ ആ തണുപ്പത്താണ് ഷൂട്ട് ചെയ്തത്. അത് വെളുപ്പിന് ഒരു 2:30-3 മണി സമയത്താണ് ആ പെർട്ടിക്കുലർ സീൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു 12 നിലയുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. നല്ല തണുപ്പാണ്. അപ്പൊ അവിടെ എല്ലാവരും ഇതുപോലെ തന്നെയായിരുന്നു. ഞാൻ മാത്രമല്ല, എല്ലാവരും കിട്ടുന്ന ഏതെങ്കിലും ചൂട് കിട്ടാൻ സാധ്യതയുള്ള എല്ലാ പ്ലാനുകളും എല്ലാവരും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനങ്ങനെ കിടക്കുന്ന കണ്ടപ്പോ ഒരു ക്യൂരിയോസിറ്റിയിൽ എടുത്തിട്ട ഫോട്ടോ ആണ്. അല്ല ഞാൻ മാത്രമല്ല അവിടെ അങ്ങനെ കിടന്നത്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും സഹകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഷോട്ട് കഴിഞ്ഞ് ഇവിടെ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഈ 12 നില നടന്ന് താഴെ ഇറങ്ങി ക്യാരവനിൽ പോയി ഇരുന്നിട്ട് ഷോട്ടിന് വിളിക്കുമ്പോൾ ഈ 12 നില വീണ്ടും നടന്ന് മേളിൽ കയറി വരുന്നത് എനിക്കും ഈ ഫുൾ ക്രൂവിനും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങള് കണ്ട ഒരു ടെമ്പററി ഷെൽട്ടറാണ് അത്. അപ്പൊ അത് ഭയങ്കര കാര്യമുള്ള കാര്യമൊന്നുമല്ല. നമ്മളെല്ലാ നടന്മാരും സിനിമയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നടന്മാരും ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അതെല്ലാം. ഈ സിനിമ ഷൂട്ട് ചെയ്ത സിനിമ എനിക്ക് കണ്ട സമയത്തും എനിക്ക് കുറെ സാധനങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് എടുത്തു പറയുന്ന കുറെ സിനിമ, അതിൽ ഏറ്റവും നമുക്ക് ടച്ച് ചെയ്തത് ആസിഫ് ഹോട്ടലിൽ പോയിരുന്നിട്ടൊരു സീനുണ്ടല്ലോ. ആ ക്യാരക്ടർ ചെയ്ത ഹോട്ടലിൽ ഉണ്ടായിരുന്ന ആളുടെ അത് അവിടെയുള്ള ആളെയാണോ നിങ്ങൾ എടുത്തത്? അതൊരു മലയാളത്തിലെ വളരെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള അവിടെ നിന്ന് തന്നെ പോയതിനു ശേഷം സെലക്ട് ചെയ്തോ കഥ എഴുതുമ്പോൾ സെലക്ട് ചെയ്തോ? ആക്ടറെ കുറിച്ചല്ല അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ഗോപൻ ആടാട്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ തൃശ്ശൂരിലുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡ്രാമ സിനിമ നടനാണ്. അവിടെ സ്പാനിഷ് മസാല, ഇപ്പൊ ബാറൂസ്, കുറെ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരുപാട് നാടകങ്ങളൊക്കെ ഉള്ള ഇതൊന്ന് കുറെ കാലം യൂറോപ്പില് നാടകമൊക്കെ ചെയ്തിരുന്ന ആളാണ്. അപ്പൊ നമ്മൾ ആ ക്യാരക്ടർ, അത്തരം ഒരുപാട് ക്യാരക്ടർ ഉള്ള സ്ഥലമാണ് UAE. നമുക്ക് ഇഷ്ടംപോലെ അങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഈവൻ ചില റെസ്റ്റോറന്റിലൊക്കെ പോയാൽ കാണാം, വിസിറ്റ് വിസയിൽ വരികയും ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് UAE ഒരുപാട് ഹോട്ടലുകൾ എഴുതി വെച്ചിട്ടുള്ള ഒരു യൂഷ്വൽ സീൻ. അത് ചെയ്യാൻ റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. ഒരു ഫ്രഷ് ആയിട്ടുള്ള ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് ആളെ നേരിട്ട് മീറ്റ് ചെയ്ത് ഓഡീഷൻ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണ്. ഇവിടെ വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ആളുകളെ എടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുള്ളല്ലേ? അവിടെ ചിലപ്പോൾ ഗൾഫിൽ സിനിമ എടുക്കുമ്പോ അവിടെ നിന്ന് കുറെ ആളുകൾ നമുക്ക് അല്ല, ഇതില് ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ പറയുന്ന പോലെ സിനിമയിലെ നാടകത്തിലൊക്കെ അഭിനയിക്കണമെന്നോ ഒരു നടനാവണമെന്നോ ആഗ്രഹിച്ച് നാട്ടിൽ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കാൻ കഴിവില്ലാതെ ദുബായിൽ ജോലിക്ക് പോയ ആളുകളുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പറ്റുന്ന തമറിനെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സിനിമയിലേക്ക് ഭാഗമാക്കിയിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മുടെ പ്രൈം ഫോക്കസ് ഈ വ്യക്തി ഈ ക്യാരക്ടറിന് മാച്ച് ആവില്ല. ദുബായിൽ ഒരാളുണ്ട് എന്ന് അയാളെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു പരിപാടിയില്ല. കാരണം ഇതുപോലെ ഗോപേട്ടന് 2 ദിവസത്തേക്കാണ് അപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ട്. അപ്പൊ ആൾക്കാരുടെ കൺസേൺ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരാൾ ചെയ്താലാണ് അത് നന്നാവുക എന്നുള്ളൊരു ചിന്തയും അപ്പൊ അത് പുള്ളിയോട് പറയുകയും ചെയ്തപ്പോൾ പുള്ളി അതിന് വില്ലിങ് ആണ്. പിന്നെ നേരത്തെ ചോദിച്ച പോലെ ആ കുട്ടിയെ എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചു. അപ്പൊ എനിക്കറിയാം, ഇപ്പൊ നാട്ടിലൊക്കെ ഒഡീഷൻ എന്ന് പറയുന്നത് എപ്പോഴും
ഒരു മാർക്കറ്റിംഗ് പരിപാടിയാണ് അല്ലെങ്കിൽ അതൊരു പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഒരുപാട് സംസാരിക്കാം. പക്ഷെ എന്റെ 1001 ഗുണങ്ങളാണെങ്കിലും ഇതുപോലെ കുറേ പേര് ഓഡീഷൻ ചെയ്തിട്ടാണ് അതിലെ 12 പേരെയും പുതിയത് എടുത്തത്. അപ്പൊ ഇതിലെ ജപ്പുവിനെ കിട്ടുക എന്നുള്ളതും നമ്മളുടെ ആവശ്യമാണ്. അപ്പൊ ഓഡീഷനുകൾ അത്ര മോശമായിട്ടുള്ള കാര്യമല്ല, അത് ജെന്യൂൻ ആയിട്ട് അത് സിനിമയ്ക്ക് വേണ്ടി ഒരാളെ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ടും കൂടെ. ഏത് വർക്കിന് ഓഡീഷൻ എന്ന് കേൾക്കുമ്പോൾ അത് മുഖം തിരിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ ചിലപ്പോ ആരെങ്കിലും മാർക്കറ്റിംഗ് പരിപാടികൾ ചെയ്യുന്നുണ്ടോ, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ഓഡീഷൻ പാഷനായിട്ടായിട്ടുള്ള ആൾക്കാർ പോയി അറ്റൻഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് വേണ്ട റൈറ്റ് ആൾക്കാരെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. കമറിന്റെ ജീവിതത്തിൽ നമ്മുടെ ഗൾഫിൽ